Assalamu alaikum. In the last class, we have discussed about what is chemical equilibrium. എന്താണ് chemical equilibrium എന്നുള്ളതാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ആൻഡ് എന്താണ് chemical equilibrium? A chemical equilibrium is a stage at which the rate of forward reactions become equal to the rate of backward reaction in a reversible chemical reaction. എന്താണ് കെമിക്കൽ എക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ? അതായത് ഫോർവേഡ് റിയാക്ഷനെ ഇപ്പം നമ്മളൊരു റിവേഴ്സിബിൾ ഇഫ് യു കൺസിഡർ എ റിവേഴ്സിബിൾ റിയാക്ഷൻ, ദർ ഈസ് എന്തൊക്കെയുണ്ട് അവിടെ? ദർ ഈസ് ഫോർവേഡ് റിയാക്ഷൻ ആൻഡ് ബാക്ക്വേർഡ് റിയാക്ഷൻ, അല്ലേ? ഫോർവേഡ് റിയാക്ഷനും ഉണ്ട്, ബാക്ക്വേർഡ് റിയാക്ഷനും ഉണ്ട്. അപ്പോൾ ഈ chemical equilibrium means the stage at which the rate of forward reaction and backward reaction become equal. അപ്പോൾ ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷനും ഈക്വൽ ആകുന്ന സിറ്റുവേഷനെയാണ് നമ്മളതെന്ന് പറയുന്നത് കെമിക്കൽ എക്വിലിബ്രിയം എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എന്തായിരുന്നു പറഞ്ഞു നിർത്തി? കെമിക്കൽ എക്വിലിബ്രിയം ആയിരുന്നു. എന്നിട്ട് നമ്മൾ പറഞ്ഞു നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എന്താണ് ക്യാരക്ടേഴ്സ്, കെമിക്കൽ എക്വിലിബ്രിയത്തിൻ്റെ ക്യാരക്ടേഴ്സ് നോക്കാമെന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ലേ ഷാഡ്ലിയേഴ്സ് പ്രിൻസിപ്പിൾ ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് പ്രിൻസിപ്പിൾ. എക്സാമിന് ഒരുപാട് എക്സാമിന് ചോദിച്ചൊരു പ്രിൻസിപ്പിളാണ് ലേ ഷാഡ്ലിയേഴ്സ് പ്രിൻസിപ്പിൾ. ഓക്കെ, സോ there are certain characteristics for chemical equilibrium. Chemical equilibrium ചില ക്യാരക്ടേഴ്സ് ഉണ്ട്. അതിന് മുന്നേ രണ്ട് വേർഡ്സ് നമുക്കൊന്ന് we can learn two terms related to this characteristics, that is the closed system and dynamic equilibrium. Okay, closed system എന്താണ്? നമ്മൾ ക്യാരക്ടേഴ്സ് പറയുമ്പം ക്ലോസ്ഡ് സിസ്റ്റം എന്നും ഡൈനാമിക് എക്വിലിബ്രിയം എന്നൊക്കെ പറയുമ്പം നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് നമ്മൾ എന്താണ് ക്ലോസ്ഡ് സിസ്റ്റം, ദെൻ വാട്ട് ഈസ് ഡൈനാമിക് എക്വിലിബ്രിയം. ഡൈനാമിക് എക്വിലിബ്രിയം എന്താണ്, ദെൻ ക്ലോസ്ഡ് സിസ്റ്റം എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം. സോ എന്താണ് ക്ലോസ്ഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം കെമിക്കൽ എക്വിലിബ്രിയം എന്ന് പറയുമ്പം ഫോർവേഡ് റിയാക്ഷൻ്റെയും ബാക്ക്വേർഡ് റിയാക്ഷൻ്റെയും റേറ്റ് ഈക്വൽ ആകുന്ന ഒരു സ്റ്റേജിനെയാണ് നമ്മൾ കെമിക്കൽ എക്വിലിബ്രിയം എന്ന് പറഞ്ഞു, അല്ലേ? അപ്പോൾ ക്ലോസ്ഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അപ്പം നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, കെമിക്കൽ എക്വിലിബ്രിയം എപ്പോഴും ഒരു ക്ലോസ്ഡ് സിസ്റ്റത്തിലായിരിക്കും നടക്കുന്നത്. ഓക്കെ, അത് എപ്പോഴും കെമിക്കൽ എക്വിലിബ്രിയം ഇസ് ഒക്വേഴ്സ് അറ്റ് എന്താണ് ക്ലോസ്ഡ് സിസ്റ്റം ആണ് ഓൺലി. ക്ലോസ്ഡ് സിസ്റ്റത്തിൽ മാത്രമായിരിക്കും കെമിക്കൽ എക്വിലിബ്രിയം നടക്കുന്നത്. Closed system is one in which nothing new is added to a system or nothing is removed from the system. അതായത് നമ്മൾ പുതുതായിട്ട് അതിനകത്തൊക്കെ ക്ലോസ്ഡ് സിസ്റ്റം എന്ന് പറയുമ്പോൾ അതിൽ പുതുതായിട്ട് നമ്മളൊന്നും ആഡ് ചെയ്യുന്നതുമില്ല, അതിൽ നിന്ന് ഉള്ള സാധനങ്ങളെ നമ്മൾ റിമൂവ് ചെയ്യുന്നതുമില്ല. അങ്ങനെയുള്ള സിസ്റ്റത്തിനെയാണ് നമ്മൾ ക്ലോസ്ഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ക്ലോസ് ചെയ്തു, അതായത് പുതുതായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നതുമില്ല, റിമൂവ് ചെയ്യുന്നതുമില്ല. ഓക്കെ, സോ എക്വിലിബ്രിയം ഈസ് പോസിബിൾ ഓൺലി ഇൻ എ ക്ലോസ്ഡ് സിസ്റ്റം. അപ്പോൾ എക്വിലിബ്രിയം എന്ന് പറയുന്നത് ക്ലോസ്ഡ് സിസ്റ്റത്തിലായിരിക്കും നടക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ടേം നമ്മൾ ക്ലിയർ ആക്കി കഴിഞ്ഞു. വാട്ട് ഈസ് ക്ലോസ്ഡ് സിസ്റ്റം, എന്താണ് ക്ലോസ്ഡ് സിസ്റ്റം എന്നുള്ളത്. അപ്പോൾ എന്താണ് ക്ലോസ്ഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അവിടെ പുതുതായിട്ട് പുതിയ സബ്സ്റ്റൻസ് ഒന്നും നമ്മൾ ആഡ് ചെയ്യുന്നതുമില്ല, അല്ലെങ്കിൽ അതിനകത്തു നിന്നുള്ള എന്താണ് സബ്സ്റ്റൻസിനെ നമ്മൾ റിമൂവ് ചെയ്യുന്നതുമില്ല. അങ്ങനെ ഒരു സിസ്റ്റമാണ് നമ്മൾ ക്ലോസ്ഡ് സിസ്റ്റം എന്ന് പറയുന്നത്. സോ ആൻഡ് ദ കെമിക്കൽ എക്വിലിബ്രിയം ടേക്സ് പ്ലേസ് ഓൺലി ഇൻ ദ ക്ലോസ്ഡ് സിസ്റ്റം. അപ്പോൾ കെമിക്കൽ എക്വിലിബ്രിയം എവിടെ മാത്രമാണ് നടക്കുന്നത്? ക്ലോസ്ഡ് സിസ്റ്റത്തിൽ മാത്രമാണ് നടക്കുന്നത്. ദെൻ അനദർ ടേം ഡൈനാമിക് എക്വിലിബ്രിയം. എന്താണ് ഡൈനാമിക് എക്വിലിബ്രിയം എന്ന് പറയുന്നത്? ഓക്കെ, സോ എന്താണ് നമ്മളൊരു സിസ്റ്റം റീച്ചസ് എക്വിലിബ്രിയം നോട്ട് ബിക്കോസ് ഓഫ് ദ റിയാക്ഷൻ സ്റ്റോപ്സ് but because of the rates of forward reaction and backward reaction become equal. ഒരു സിസ്റ്റം നമ്മൾ എക്വിലിബ്രിയത്തിൽ എത്തി എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ റിയാക്ഷൻ സ്റ്റോപ്പ് ചെയ്യുന്നു എന്നല്ല അവിടെ മെയിൻ ചെയ്യുന്നത്, അല്ലേ? ഒരു കെമിക്കൽ എക്വിലിബ്രിയത്തിൽ എത്തി എന്ന് പറയുമ്പം അവിടെ റിയാക്ഷൻ സ്റ്റോപ്പ് ചെയ്യുന്നു എന്നല്ല പറഞ്ഞത്. അവിടെ എന്തായിട്ട് മാറുകയാണ്? അതായത് ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷനും ഈക്വൽ ആയിട്ട് മാറുന്ന ആ ഒരു സ്റ്റേജിനെയാണ് നമ്മൾ കെമിക്കൽ എക്വിലിബ്രിയം എന്ന് പറയുന്നത്. അപ്പോൾ കെമിക്കൽ എക്വിലിബ്രിയത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ റിയാക്ഷൻ നിന്നു എന്നല്ല അതിൻ്റെ മീനിങ്. അവിടെ എന്താണ് ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷനും ഈക്വൽ ആയി എന്നുള്ള ഒരു മീനിങ് ആണ് അവിടെ പറയുന്നത്. ഓക്കെ, ആൻഡ് ഈവൻ അറ്റ് എക്വിലിബ്രിയം ദ റിയാക്റ്റൻ്റ് മോളിക്യൂൾസ് റിയാക്ട് ടു ഫോം പ്രോഡക്റ്റ്. അപ്പം നമ്മൾ കെമിക്കൽ എക്വിലിബ്രിയത്തിൽ എത്തിക്കഴിഞ്ഞാലും നമ്മൾ ആയിരിക്കും കെമിക്കൽ എക്വിലിബ്രിയത്തിൽ എത്തി, ഇനി അവിടെ റിയാക്ഷൻസ് ഒന്നും നടക്കുന്നില്ല, അവിടെ സ്റ്റോപ്പായി എന്ന് വെച്ചാൽ കെമിക്കൽ എക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ റിയാക്ഷൻ സ്റ്റോപ്പായി എന്ന് ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത്. അവിടെ എന്താണ് മെയിൻ ചെയ്യുന്നത്? അതായത് എന്താണ് ഈവൻ അറ്റ് എക്വിലിബ്രിയം ദി റിയാക്റ്റൻ്റ് മോളിക്യൂൾസ് റിയാക്ട് ടു ഫോം പ്രോഡക്ട്സ്. എക്വിലിബ്രിയത്തിൽ എത്തിക്കഴിഞ്ഞാലും അവിടെ നമ്മൾ പറഞ്ഞു റിയാക്റ്റൻസ് എന്താണ് നമ്മൾ സാധാ ഒരു റിവേഴ്സിബിൾ റിയാക്ഷനിൽ എന്താ നടക്കുന്നത്? റിയാക്റ്റൻസ് കമ്പൈൻ ചെയ്ത് പ്രോഡക്ട്സ് ആവുന്നു, പ്രോഡക്ട്സ് ഡീകമ്പോസ് ചെയ്ത് വീണ്ടും റിയാക്റ്റൻസ് ആയിട്ട് മാറുന്നു. അപ്പോൾ ആ റിയാക്ഷൻ അവിടെ എന്ത് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു? എക്വിലിബ്രിയത്തിൽ എത്തിയാലും ആ റിയാക്ഷൻ അവിടെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. ഓക്കെ, സോ ഈവൻ അറ്റ് എക്വിലിബ്രിയം ദി റിയാക്റ്റൻ്റ് മോളിക്യൂൾസ് റിയാക്ട് ടു ഫോം ദ പ്രോഡക്ട്സ് മോളിക്യൂൾസ് ആൻഡ് ദ പ്രോഡക്റ്റ് മോളിക്യൂൾസ് റിയാക്ട് ടു ഫോം ദ റിയാക്റ്റൻ്റ് മോളിക്യൂൾസ് ഈവൻ അറ്റ് എക്വിലിബ്രിയം ഓൾസോ, അല്ലേ?
അല്ലേ? ഇക്വിലിബ്രിയത്തിലായാലും നമ്മൾ റിവേഴ്സിബിൾ റിയാക്ഷനിൽ നടക്കുന്ന ആ ഒരു പ്രോസസ്സ് അവിടെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതായത് റിയാക്റ്റൻസ് കമ്പൈൻ ചെയ്ത് പ്രോഡക്ട്സ് ആവുന്നതും പ്രോഡക്ട്സ് ഡീകമ്പോസ് ചെയ്ത് വീണ്ടും റിയാക്റ്റൻസ് ആയിട്ട് മാറുന്ന ആ പ്രോഡക്ട്സ് ഇക്വിലിബ്രിയത്തിൽ എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു? ആ ഒരു റിയാക്ഷൻ അവിടെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. സോ hence chemical equilibrium is said to be dynamic equilibrium at the molecular level. അതുകൊണ്ടാണ് മോളിക്കുലാർ ലെവലിൽ നടക്കുന്ന ആ കെമിക്കൽ എക്വിലിബ്രിയം ഡൈനാമിക് ആണ് എന്ന് പറയാനുള്ള കാരണം. എന്ന് വെച്ചാൽ ഡൈനാമിക് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ നമ്മൾ ഇക്വിലിബ്രിയത്തിൽ എത്തിക്കഴിഞ്ഞാലും എന്ത് നടക്കുന്നുണ്ട്? അവിടെ റിയാക്റ്റൻസ് കമ്പൈൻ ചെയ്ത് പ്രോഡക്ട്സ് ആവുന്നുണ്ട്, പ്രോഡക്ട്സ് ഡീകമ്പോസ് ചെയ്ത് വീണ്ടും റിയാക്റ്റൻസ് ആയിട്ട് മാറുന്നുണ്ട്. അതാണ് ഡൈനാമിക് എക്വിലിബ്രിയം. സോ വി ഹാവ് learn two terms related to the chemical equilibrium, that is the closed system and dynamic equilibrium. അപ്പോൾ ക്ലോസ്ഡ് സിസ്റ്റം എന്താണെന്ന് അറിയാമല്ലോ. അവിടെ പുതുതായിട്ട് റിയാക്ഷൻസ് അല്ലെങ്കിൽ പുതുതായിട്ട് പ്രോഡക്ട്സ് ഒന്നും ആഡ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഉള്ളതിനെ നമ്മൾ റിമൂവ് ചെയ്യുന്നില്ല. അങ്ങനെ ഒരു സിസ്റ്റമാണ് ക്ലോസ്ഡ് സിസ്റ്റം. സോ chemical equilibrium takes place only at the closed system. And what is dynamic equilibrium? Dynamic equilibrium എന്ന് പറഞ്ഞാൽ even the reaction become equilibrium, reaction reaches at equilibrium, the process continues there. നമ്മുടെ എന്താണ് അവിടെ നടക്കുന്ന പ്രോസസ്സ് അവിടെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. സോ ദാറ്റ് ഈസ് ഡൈനാമിക് എക്വിലിബ്രിയം. ഇനി നമുക്ക് ക്യാരക്ടേഴ്സ്. സോ വി ക്യാൻ ചെക്ക് ദ ക്യാരക്ടേഴ്സ്. എന്തൊക്കെയാണ് നമുക്ക് അതിൻ്റെ ക്യാരക്ടേഴ്സ് എന്നുള്ളത് നമുക്ക് നോക്കാം. സോ അറ്റ് എക്വിലിബ്രിയം ബോത്ത് ദ റിയാക്റ്റൻസ് ആൻഡ് ദ പ്രോഡക്ട്സ് കോ എക്സിസ്റ്റ്. ഓക്കെ, അതായത് എന്താണ്? ഇക്വിലിബ്രിയത്തിൽ റിയാക്റ്റൻസും പ്രോഡക്ട്സും കോ എക്സിസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതെന്താണ്? ആ രണ്ടും ഒരുപോലെ കോ എക്സിസ്റ്റ് ചെയ്യുന്നു. ഫസ്റ്റ് എന്ന് പറയുന്നത് അറ്റ് എക്വിലിബ്രിയം ബോത്ത് റിയാക്റ്റൻസ് ആൻഡ് പ്രോഡക്ട്സ് കോ എക്സിസ്റ്റ്. സോ നമ്മളിപ്പം ഡിസ്കസ് ചെയ്യുന്നത് നൗ വി ആർ ഡിസ്കസിങ് അബൌട്ട് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കെമിക്കൽ എക്വിലിബ്രിയം. കെമിക്കൽ എക്വിലിബ്രിയത്തിൻ്റെ ക്യാരക്ടേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വാട്ട് ഈസ് ദ ഫസ്റ്റ് ക്യാരക്ടർ? എന്താണ് അതിൻ്റെ ഫസ്റ്റ് ക്യാരക്ടർ എന്ന് പറയുന്നത്? അറ്റ് കെമിക്കൽ എക്വിലിബ്രിയം ദ റിയാക്റ്റൻസ് ആൻഡ് ദ പ്രോഡക്ട്സ് കോ എക്സിസ്റ്റ്. ഇപ്പോൾ എക്സാമിന് ചോദിക്കും ക്യാരക്ടേഴ്സ്, 4 ക്യാരക്ടേഴ്സ് ഉണ്ട്. ദെൻ ദ റേറ്റ്സ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ആൻഡ് ബാക്ക്വേർഡ് റിയാക്ഷൻ ഈക്വൽ അറ്റ് എക്വിലിബ്രിയം. അത് നമുക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷനും റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷനും എക്വിലിബ്രിയത്തിൽ എത്തുമ്പോൾ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. Then the third one, chemical equilibrium is dynamic at the molecular level. അപ്പോൾ ഞാൻ ഡൈനാമിക് എന്താണെന്ന് പറഞ്ഞു തന്നല്ലോ. അപ്പം കെമിക്കൽ എക്വിലിബ്രിയം എന്ന് പറയുന്നത് എന്താണ്? ഡൈനാമിക് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പം കെമിക്കൽ എക്വിലിബ്രിയം എന്ന് പറയുന്നത് എന്താണ്? ഡൈനാമിക് ആണ്. മോളിക്കുലാർ ലെവലിൽ അത് ഡൈനാമിക് ആണ്. അതായത് എക്വിലിബ്രിയത്തിൽ എത്തിയാലും അതിൻ്റെ ആ പ്രോസസ്സ് അവിടെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. ദെൻ കെമിക്കൽ എക്വിലിബ്രിയം ഈസ് അറ്റൈൻഡ് ഇൻ എ ക്ലോസ്ഡ് സിസ്റ്റം. എപ്പോഴും കെമിക്കൽ എക്വിലിബ്രിയം എന്ന് പറയുന്നത് എപ്പോഴും എന്തിനായിരിക്കും നടക്കുന്നത്? ഒരു ക്ലോസ്ഡ് സിസ്റ്റത്തിലായിരിക്കും കെമിക്കൽ എക്വിലിബ്രിയം നടക്കുന്നത്. അപ്പോൾ 4 ക്യാരക്ടേഴ്സ് നമ്മൾ പറഞ്ഞു. സോ വാട്ട് ആർ ദ ക്യാരക്ടേഴ്സ്? എന്തൊക്കെയായിരുന്നു 4 ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്? ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് വൺ അറ്റ് എക്വിലിബ്രിയം ബോത്ത് ദ റിയാക്റ്റൻസ് ആൻഡ് ദ പ്രോഡക്ട്സ് കോ എക്സിസ്റ്റ്. രണ്ടും എന്ത് ചെയ്യുന്നു? പരസ്പരം കോ എക്സിസ്റ്റ് ചെയ്താണ് നിൽക്കുന്നത്. ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് എന്തായിരുന്നു? ഇക്വിലിബ്രിയത്തിൽ എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യത്തില്ല? the rates of forward reaction and backward reaction become equal at the equilibrium state. Equilibrium stage forward reaction and backward reaction എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. And the third one, chemical equilibrium is dynamic at the molecular level. Chemical equilibrium എന്ന് പറയുന്നത് molecular level dynamic എന്താണെന്ന് മിസ് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. Chemical equilibrium is attained in the closed system. Chemical equilibrium എപ്പോഴും ഒരു closed systemത്തിലായിരിക്കും നടക്കുന്നത്. Okay. So we have seen that all systems in equilibrium, both the reactants and products coexist. At equilibrium, forward reaction and backward reaction occur simultaneously at the same time. And that is why chemical equilibrium is said to be dynamic at the molecular level. അതുകൊണ്ടാണ് chemical equilibrium എന്താണ്? ഫോർവേഡ് റിയാക്ഷനും എക്വിലിബ്രിയത്തിൽ എത്തിക്കഴിഞ്ഞാലും ആ ഒരു റിയാക്ഷൻ അവിടെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? അവിടെ അതിനെ നമ്മൾ എന്താണ് കെമിക്കൽ എക്വിലിബ്രിയം എന്ന് പറയുന്നത് മോളിക്കുലാർ ലെവലിൽ ഡൈനാമിക് ആണെന്ന് പറയാനുള്ള റീസൺ എന്താണെന്ന് ഉള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. Then Le-Chatelier's principle. It's very important. Le-Chatelier's principle. Le-Chatelier's principle. Okay. അപ്പോൾ എന്താണ് Le-Chatelier's principle? CHATE സ്പെല്ലിംഗ് ഇത് ശ്രദ്ധിക്കുക കേട്ടോ. TE ആണേ. CHATE Le-Chatelier's LIERS Le-Chatelier's principle. അപ്പം എന്താണ് എന്താണ് Le-Chatelier's principle? ഈ ഒരു ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ദിസ് ചാപ്റ്റർ, ദാറ്റ് ഇസ് ദ Le-Chatelier's principle. അപ്പോൾ എന്താണ് Le-Chatelier's principle എന്ന് പറയുന്നത്? when the concentration, pressure, temperature of a system
എക്വിലിബ്രിയം ഇസ് ചേഞ്ച്ഡ്, അതായത് ഒരു എക്വിലിബ്രിയത്തിൽ ഇരിക്കുന്ന, എക്വിലിബ്രിയം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷനും ഈക്വൽ ആകുന്ന ആ ഒരു സ്റ്റേജിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അതിനെയാണ് നമ്മൾ കെമിക്കൽ എക്വിലിബ്രിയം സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പം ഈ കെമിക്കൽ എക്വിലിബ്രിയത്തിൽ ഇരിക്കുന്ന ഒരു സിസ്റ്റത്തിൽ അതിനകത്ത് എന്താണ് പ്രഷറിലോ കോൺസെൻട്രേഷനിലോ ടെമ്പറേച്ചറിലോ ഒക്കെ എന്തെങ്കിലും ഒരു മാറ്റം വരുവാണെന്നുണ്ടെങ്കിൽ ഈ സിസ്റ്റം എന്ത് ചെയ്യും എന്നറിയാവോ, ഈ സിസ്റ്റം ദ സിസ്റ്റം വിൽ റീഅഡ്ജസ്റ്റ് ഇറ്റ്സെൽഫ് to nullify the effect of the change and attain to new states of equilibrium. അപ്പം ഇതിനകത്ത് എന്തൊക്കെ മാറ്റം വന്നാലും എന്ത് ചെയ്യും, നമ്മുടെ സിസ്റ്റം അതിനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതെന്ത് ചെയ്യും, അതൊരു ബാലൻസ്ഡ് ആക്കി മാറ്റാനായിട്ട് ട്രൈ ചെയ്യും. അതാണ് Le Chatelier's പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് Le Chatelier's പ്രിൻസിപ്പിൾ? അതായത് ഒരു കെമിക്കൽ എക്വിലിബ്രിയത്തിൽ ഇരിക്കുന്ന ഒരു സിസ്റ്റം, ആ സിസ്റ്റത്തിന് പ്രഷറും കോൺസെൻട്രേഷനും ഒക്കെ വേരി ചെയ്യുമെന്ന് വിചാരിച്ചോ. അങ്ങനെ വേരി ചെയ്താലും അല്ലെങ്കിൽ ആ ഒരുപാട് ചേഞ്ച് വന്നാലും ആ ചേഞ്ചിനെയൊക്കെ നള്ളിഫൈ ചെയ്തുകൊണ്ട് അതിനെ എന്ത് ചെയ്യുന്നു, ആ സിസ്റ്റത്തിനെ കറക്റ്റ് ആ ഒരു ചേഞ്ച് ഇതാക്കിക്കൊണ്ട് തന്നെ ഒരു ന്യൂ സ്റ്റേറ്റ്സ് ഓഫ് എക്വിലിബ്രിയത്തിൽ എന്ത് ചെയ്യുന്നു എത്തുന്നത്. അതാണ് Le Chatelier's പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. എന്താണ് Le Chatelier's? When the concentration, pressure or temperature of a system in equilibrium is changed, എക്വിലിബ്രിയത്തിൽ ഇരിക്കുന്ന ഒരു സിസ്റ്റത്തിൻ്റെ പ്രഷറോ അല്ലെങ്കിൽ എന്താണ് കോൺസെൻട്രേഷനോ പ്രഷറോ ടെമ്പറേച്ചറോ ഒക്കെ ചേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദ സിസ്റ്റം വിൽ റീഅഡ്ജസ്റ്റ് ഇറ്റ്സെൽഫ്, അത് എന്ത് ചെയ്യുന്നു, റീഅഡ്ജസ്റ്റ് ചെയ്യുന്നു ഇറ്റ്സെൽഫ് ആസ് ടു നള്ളിഫൈ ദ എഫക്റ്റ് ഓഫ് ദ ചേഞ്ച് ആൻഡ് അറ്റൈൻ എ ന്യൂ സ്റ്റേറ്റ് ഓഫ് എക്വിലിബ്രിയം. എന്ത് ചെയ്യുന്നു, അതിനെയൊക്കെ നള്ളിഫൈ ചെയ്തുകൊണ്ട് ഇതൊരു പുതിയൊരു എക്വിലിബ്രിയത്തിൻ്റെ പുതിയൊരു സ്റ്റേറ്റിലേക്ക് ഇത് പോകുന്നു. അതാണ് Le Chatelier's പ്രിൻസിപ്പിൾ. വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. സോ വാട്ട് ഈസ് Le Chatelier's പ്രിൻസിപ്പിൾ? ഇഫ് ദ അതായത് ഒരു സിസ്റ്റം എന്ത് ചെയ്യുന്നു, ഒരു കെമിക്കൽ എക്വിലിബ്രിയത്തിൽ ഇരിക്കുകയാണ്. അങ്ങനെ കെമിക്കൽ എക്വിലിബ്രിയത്തിൽ ഇരിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ കോൺസെൻട്രേഷനിലും അതുപോലെ തന്നെ ഇതിൻ്റെ ടെമ്പറേച്ചറിലും ഇതിൻ്റെ പ്രഷറിലും ഒക്കെ എന്ത് ചെയ്യുന്നു, ഒരു വേരിയേഷൻ ഉണ്ടാകുന്നു. അങ്ങനെ വേരിയേഷൻ ഉണ്ടായാലും എന്ത് ചെയ്യത്തില്ല, ആ സിസ്റ്റം അതിനെ അങ്ങ് നള്ളിഫൈ ചെയ്യും. അതിൻ്റെ എഫക്റ്റിനെ എന്ത് ചെയ്യും, നള്ളിഫൈ ചെയ്തിട്ട് എന്താ സംഭവിക്കുന്നത് അവിടെ, അങ്ങനെ സിസ്റ്റം അതിനെ നള്ളിഫൈ ചെയ്ത് അതിനെ എന്ത് ചെയ്യും, അതിനെ റീഅഡ്ജസ്റ്റ് ചെയ്ത് അതൊരു പുതിയൊരു കെമിക്കൽ എക്വിലിബ്രിയം സ്റ്റേറ്റിലേക്ക് എന്ത് ചെയ്യുന്നു, എത്തുന്നു. അപ്പോൾ അതിനെയാണ് നമ്മൾ Le Chatelier's പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. സോ when the concentration, pressure or the temperature of a system at equilibrium is changed, the system will readjust itself as to nullify the effect of that change and attain a new states of equilibrium. എന്നിട്ട് എന്ത് ചെയ്യുന്നു, അതൊരു പുതിയൊരു എക്വിലിബ്രിയത്തിൻ്റെ സ്റ്റേറ്റിലേക്ക് അത് എത്തുന്നു. എന്ത് മാറ്റം ഉണ്ടായാലും അതിനെയൊക്കെ നള്ളിഫൈ ചെയ്യും. ഓക്കെ, അതാണ് എന്തെന്ന് പറയുന്നത് Le Chatelier's പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാണ് എക്വിലിബ്രിയത്തിൽ കോൺസെൻട്രേഷൻ അഫക്റ്റ് ചെയ്യുന്നത്? സോ ഇൻഫ്ലുവൻസ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് എക്വിലിബ്രിയം, ദെൻ പ്രഷർ ആൻഡ് കെമിക്കൽ എക്വിലിബ്രിയം, പ്രഷറും കെമിക്കൽ എക്വിലിബ്രിയം തമ്മിൽ എങ്ങനെയാണ്, ടെമ്പറേച്ചറും കെമിക്കൽ എക്വിലിബ്രിയം തന്നെ എങ്ങനെയാണ്, കാറ്റലിസ്റ്റ് എങ്ങനെയാണ് ഒരു കെമിക്കൽ എക്വിലിബ്രിയത്തിനെ അഫക്റ്റ് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ നൗ വി ക്യാൻ വൈൻഡ് അപ്പ്. താങ്ക് യു. അസ്സലാമു അലൈക്കും.